Business environment, that is introduction to business environment. Business environment can be defined as the combination of internal and external factors that influence a company's operating situation. ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സിറ്റുവേഷനെ എഫക്റ്റ് ചെയ്യണം ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനെ പറയുന്ന പേരാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. The business environment can be include factors such as client and suppliers, competition and owners, improvement in technology, laws and government activities, market, social and economic trends. ഇതൊക്കെ ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഫാക്ടേഴ്സാണ്. നെക്സ്റ്റ് ആണ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. First one is environment is complex, and business environment is complex because it is continuously exposed to countless challenges like technological, global and leadership, economical and social. And ബിസിനസ് എൻവയോൺമെൻറ്റ് എപ്പോഴും ഒരു കോംപ്ലക്സ് ആണ്. അതായത് ടെക്നോളജിയായിട്ടും എക്കണോമിക്കലായിട്ടൊക്കെ ബിസിനസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എൻവയോൺമെൻറ്റ് ഒരു കോംപ്ലക്സ് നേച്ചറാണ്. അടുത്തതാണ് എൻവയോൺമെൻറ്റ് ഈസ് ഡൈനാമിക്. Both the internal and external environments of a business are highly dynamic or vibrant to the following. New customers enter into the market, a rising of novel technology, new marketing channels, new resources, new policies. അതായത് എൻവയോൺമെൻറ്റ് എപ്പോഴും ഡൈനാമിക്കാണ്. ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഒരുപാട് ഫാക്ടേഴ്സ് ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബിസിനസ് എപ്പോഴും ഡൈനാമിക് ആയിരിക്കും. Environment is uncertain. Not anything can be assumed with any degree of certainty about the factors of the business environment because they continue to change quickly. എൻവയോൺമെൻറ്റ് എപ്പോഴും അൺസർട്ടൈൻ ആയിരിക്കും. നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ റിസ്ക് എന്തൊക്കെയാണെന്നൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഇറ്റ് ഈസ് റിലേറ്റിവിറ്റി. ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ലോക്കൽ കണ്ടീഷൻസ് ആൻഡ് ദിസ് ഈസ് ദ റീസൺ ആസ് ടു വൈ ദ ബിസിനസ് എൻവയോൺമെൻറ്റ് occurs to be diverse in different countries and different even in the same country at different places. ബിസിനസ് എൻവയോൺമെൻറ്റ് എപ്പോഴും റിലേറ്റഡ് ആണ്. അതായത് അവിടുത്തെ ലോക്കൽ കണ്ടീഷനായിട്ടും അവിടുത്തെ നേച്ചറായിട്ടൊക്കെ ബിസിനസ് എപ്പോഴും റിലേറ്റഡ് ആയിരിക്കും. ഓരോ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അവിടുത്തെ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ദെൻ ഇൻ്റർറിലേറ്റഡ്നെസ്. The different factors of business environment are correlated. അതായത് ഒരു ബിസിനസ്സിലെ എല്ലാ ഫാക്ടേഴ്സും പരസ്പരം കോറിലേറ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ദ ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് കോംപ്ലെക്സ്, മൾട്ടിഫാരിയസ് ആൻഡ് വൈബ്രൻ്റ് ഇൻ നേച്ചർ ആൻഡ് ഹാസ് ഇൻ ഡെപ്ത് ഇമ്പാക്റ്റ് ഓൺ ദ എൻഡ്യൂറൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബിസിനസ്. ബിസിനസ് എൻവയോൺമെൻറ്റ് ഒരു കോംപ്ലെക്സ് നേച്ചറാണ്. അതുപോലെ തന്നെ ഒരുപാട് ഡെപ്തായിട്ടുള്ള ഒരുപാട് മൾട്ടി ഫങ്ഷൻസ് ഉണ്ട്. നേച്ചറും ഇതുപോലെ ഉണ്ട്. ഒരു നല്ലൊരു ബിസിനസ് എൻവയോൺമെൻറ്റാണ് ഒരു നല്ല ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ബിസിനസ്സിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. റിവീലിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. കീൻ ഒബ്സർവേഷൻ ഓൺ ദ ഫേംസ് എൻവയോൺമെൻറ്റ് വിൽ ബ്രിങ് ഔട്ട് ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ഹിഡൻ ഇൻ ദ എൻവയോൺമെൻറ്റ്. അതായത് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റിൽ നമ്മൾ കീനായിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒളിഞ്ഞു കിടക്കുന്ന ത്രെഡ്സും ഓപ്പർച്യൂണിറ്റീസൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കും. പ്രൊവൈഡിങ് ഗൈഡൻസ് ഫോർ ഗ്രോത്ത്. Firms will be directed towards new edges of growth if it has some proper communication and involvement with its environment. Providing guidance for growth ഒരു അടുത്തൊരു സിഗ്നിഫിക്കൻസ് ആണ്. നല്ല രീതിയിലാണ് നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റിനെ നോക്കിക്കാണുന്നതെങ്കിലും അത് നല്ല ബിസിനസ് കാഴ്ചപ്പാട് വെച്ചിട്ട് ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റിനെ ഗ്രോത്ത് ആക്കുന്നു. Makes a firm strong or weak. These are internal factors of a business like employee efficiency in resource utilization, better management of cost, etc. make an organization strong or weak. ഒരു ഓർഗനൈസേഷന് സ്ട്രോങ്ങും വീക്കും ആയിട്ട് നിലനിർത്തുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഇൻറ്റേർണലായിട്ട് നടക്കുന്ന ബിസിനസ് എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസിയും അതുപോലത്തെ അവരുടെ റിസോഴ്സിൻ്റെ യൂട്ടിലൈസും ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു ബിസിനസ്സിനും വീക്കും സ്ട്രോങ്ങുമായി മാറ്റുന്നത്. Continuous learning. The management can easily confront challenges with proper environment analysis. എൻവയോൺമെൻറ്റ് ഇതിൻ്റെ ചലഞ്ചസിനൊക്കെ ഫേസ് ചെയ്യുന്നത് ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുമ്പോഴാണ്. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് ലേൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കും. Then positive impression. A firm becomes an icon among other firms in the industry. It is positively susceptible to the environment within which they are. അതായത്
നമ്മൾ നല്ല രീതിയിലാണ് ഒരു ഫേം കൊണ്ടുപോകുന്നതെങ്കിൽ അത് മറ്റുള്ള ഫേമിനൊക്കെ ഒരു ഇംപ്രഷനായി തീരും. Then meeting rivalry. Numerous firms face cutthroat competition in today's scenario. A proper environmental analysis will enable a firms to analyze the competitor strategies and their contracts effectively. അതായത് എല്ലാ ഫേംസും ഇപ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയും നമ്മൾ നല്ല രീതിയിലാണ് ഒരു എൻവയോൺമെൻറ്റിനെ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് മുൻകൂട്ടി തന്നെ അവിടുത്തെ കോമ്പറ്റീറ്റീവും അതും അവിടുത്തെ സ്ട്രാറ്റജീസൊക്കെ അറിയാൻ സഹായിക്കും. അടുത്തൊരു സിഗ്നിഫിക്കൻസ് ആണ് റെട്രോസ്പെക്ഷൻ. Proper analysis of environment keeps a firm retrospective as it can be effectively spot its strength, weakness, opportunities and threats. അതായത് റെട്രോസ്പെക്ഷൻ എന്ന് വെച്ചാൽ മുൻകൂട്ടി കാണുക എന്നുള്ളതാണ്. ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണണം. അതുകൊണ്ട് തന്നെ വീക്സും ത്രെഡ്സും ഓപ്പർച്യൂണിറ്റീസൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കും.